നമ്മുടെ കോളേജിൽ റിട്ടയർ ചെയ്ത എല്ലാ ലേഡി ടീച്ചേഴ്സും 2-3 മാസത്തിലൊരിക്കലും ഒന്നിച്ചു കൂടുന്ന ഞങ്ങളുടെ സൗഹൃദമാണ്. ഇത് ഞങ്ങളെന്നും ഇങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് 10-25 വർഷം ആയിരുന്നതിൻ്റെ ആ നല്ല ഓർമ്മകളെ പങ്കിടുന്ന നല്ല നിമിഷങ്ങൾ. ഇതിനെ ഞങ്ങളുടെ റോസമ്മ പറയും മീ ടൈം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മീ ടൈമാണ്. ഇത് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് കഴിയുന്ന സമയങ്ങളാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടോ ദൈവഹിതം പോലെയോ ഞങ്ങൾ ഒത്തുചേരും. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ഞാൻ ഈ കോട്ടയത്തേക്ക് വന്നതിൻ്റെ 50-ാം വാർഷികമായിരുന്നു. അപ്പോൾ അന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് അവിടെ ഒത്തുകൂടി. അപ്പോൾ ആ വിവാഹ വാർഷികത്തിൻ്റെ 1 വർഷം തികഞ്ഞു. ആ തികവിൽ നമുക്കൊരു ആനന്ദമുണ്ട്. 2-ാം തീയതി 51-ൻ്റെ ആരംഭം. 50 തികഞ്ഞു. നമ്മൾ തികഞ്ഞത് പറയാം. അപ്പോൾ 50 തികഞ്ഞ ദൈവം 50 വർഷം വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തന്ന അതിന് ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞു. അന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ ഒരു വലിയ ദിവസമാണ് മായൽത്ത്. യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച ദിവസമാണ്. അപ്പോൾ ആ ദിവസമാണ് ഞാൻ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ 50 വർഷം തികഞ്ഞു. ആ 2-ാം തീയതി അത് പള്ളിയിൽ എല്ലാവരുമായിട്ട് ഞാനത് വേണ്ട വിധം സമുചിതമായിട്ട് ആഘോഷിച്ചു. പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ റോസമ്മ ഇട്ടു 2-ാം തീയതി 2-ാം തീയതി. പള്ളിയിൽ എനിക്ക് ഒത്തിരി അസൗകര്യം. ഞാൻ മനഃപൂർവ്വം 10-ാം തീയതി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നിച്ച് ആ സെയിം ഡേ ദൈവം ഒന്നിപ്പിച്ചേരും. അത് നമ്മുടെ മനസ്സിൻ്റെ ഐക്യമാണ്. അപ്പം നമ്മൾ അതിനെനിക്ക് എൻ്റെ ഇളയ മോൻ വന്നൊരു കാറ് വാങ്ങിച്ചു 50 വർഷം കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങളുമായിട്ട് ഒരു ചെറിയ മിഠായി വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നു. കാറിൻ്റെ വീലെടുത്തോണ്ട് കാറിന്റെ പേര് എലിവേറ്റ്. അത് ഒരു പുതിയ കാറ് വാങ്ങിച്ച അങ്ങനെയൊന്നുമല്ല. എന്നാന്നറിയാം, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് ഞങ്ങളുടെ പ്രായത്തിന് ചേരുന്നില്ല. കാരണം ഇതിൻ്റെ കാലിരുന്നു വലിപ്പം കൂടുതൽ. അപ്പൊ അതിന്റെ സീറ്റ് ഇരുന്ന് എഴുന്നേക്കാനുള്ളത്. അപ്പൊ ഈ സൗഹൃദത്തിന് എന്നെന്നും ഇങ്ങനെ ആയിരിക്കാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ ഇനിയുണ്ടല്ലോ, ഈ ബാക്കി 4 മുട്ടായി ഉണ്ട്. ഒന്ന് ഞാനിങ്ങോട്ട് 3 കടങ്കഥയുണ്ട്. അതിന് ഉത്തരം പറയാം. പിന്നെ അവർക്കാണ് ഈ മുട്ടായി. നല്ല മുട്ടായിയോ? അല്ല, ഇതിനെ കുറിച്ച് എനിക്കൊരു വിവരമില്ല. എനിക്കുള്ളവർ പറഞ്ഞു. അപ്പൊ അത് ഒരു ചോദ്യം. അയില്ല, കണ്ണേ അയിന്റെ ബ്രദറിനെ ആർക്കെങ്കിലും അറിയാമോ? ആദ്യം പറഞ്ഞു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? ഞാനൊന്ന് ചോദിച്ചെന്ന്. ഞാൻ ചോദിച്ചാ ചോദിച്ചോ. ഗൂഗിളിനെ പട്ടി കടിച്ചാല് ഗൂഗിളിനെ പട്ടി കടിച്ചാല് എന്ത് പറ്റുമെന്നാണോ? ഗൂഗിൾ പേ. എടുത്തോ. പിന്നെ